റെഡിയാവ് മൈൻഡ് ചെയ്യണ്ട മണി. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്തുവാ? പൊട്ട വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ പൊട്ട വ്ളോഗാണ്. അതുകൊണ്ട് ഞാൻ ഇല്ല, നീ ഒറ്റക്ക് അങ്ങ് ചെയ്താൽ മതി. എന്നാ കുഞ്ഞിനെ തറ്റില്ല. എന്താ ഞങ്ങൾ രണ്ടുപേരും വഴക്കാണ്. നിങ്ങൾ മാർക്ക് എടുത്താ അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും നിന്നോട് വഴക്കാണ്. ഞങ്ങൾ ഇല്ലേ ഈ വ്ളോഗില്? എന്താ ഇല്ലാത്തോണ്ട് പറ അരിമണി. ഇവിടെ അരിമണി പറയും ഇല്ല കണ്ട ഇങ്ങോട്ട് വന്നേ. ഇല്ല ഇന്നത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞിന് വാക്സിൻ എടുക്കണം, അതിനുള്ള വ്ളോഗാണ് ഇന്നത്തത്. കണ്ട പോണ്ട മോന്ത നോക്കി. ഇത്രയും വിഷമം അവൻ പോലും കണ്ട, അവൻ്റെ മുഖത്ത് ഇത്ര വിഷമമില്ല കേട്ടോ. അവൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അവരറിയത്തില്ലല്ലോ അവരെ കൊണ്ട് കുത്താൻ പോവാണെന്ന്. നിർബന്ധമാണ്. വാ എഴുന്നേക്ക്. നിർബന്ധമൊന്നുമില്ല. നിർബന്ധമുണ്ട്. വാ ഇവിടെ. എന്തിനാ കുട്ടെ? ചിലപ്പോ കുഞ്ഞിന് പോളിയൊക്കെ വരാൻ മറ്റേ മന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തിനാ വെറുതെ? വാ ഇവിടെ എടുത്തിട്ട്. ഫോറിനേഴ്സ് ഒന്നും ചെയ്യാറില്ലല്ലോ. ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. ചിലർ മാത്രമേ ചെയ്യാതേ ഉള്ളൂ. നമുക്കെടുത്തേക്കാം. എന്തിനാ? എനിക്ക് മറ്റേ മുഖം കൊണ്ടിട്ട് കുത്തിക്കാൻ തോന്നണില്ല. ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. എന്നാലും ഞാൻ പിടിച്ചോളാം, കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം. അരിമണി അമ്മ ഇപ്പൊ വരാ. അച്ഛയെ ബ്രെയിൻ വാഷ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് അമ്മ സെറ്റാക്കി തരാം. ഇവരിങ്ങനെ കേക്കണേ. അതായത് കുട്ടി വേണം ഒത്തില്ല അരിമണി. ഓക്കെ ഗൈസ്, നമ്മൾ കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാൻ പോവാണ്. നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ. എനിക്ക് ഒട്ടും താല്പര്യമില്ല സത്യമായിട്ടും. പക്ഷെ ഇവനും എൻ്റെ അമ്മയൊക്കെ നിർബന്ധിക്കുന്നു. ഇപ്പം പിന്നെ ഓൾറെഡി കുഞ്ഞിന് ഫസ്റ്റ് വാക്സിൻ എടുക്കേണ്ടതിൻ്റെ ഡേറ്റിൽ നിന്ന് 2 ആഴ്ച കഴിഞ്ഞു പോയി. അവൻ്റെ നെയിമിങ് സെറമണി. പിന്നെ എനിക്കൊന്ന് വയ്യാണ്ടായി. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒത്തിരി വൈകിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. എഡിറ്റ് ചെയ്തിടാൻ സമയമെടുക്കും. അപ്പോൾ 2 ആഴ്ച വൈകി പോയതുകൊണ്ട് തന്നെ സമയം കഴിഞ്ഞു പോയി. സോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പനി വരും, പിന്നെ ഒരു ഇഞ്ചക്ഷന് കാലിന് ഭയങ്കര വേദന ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. കുറേ പേരെന്നെ പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടി ഇത് എടുക്കാൻ പോകാനായിട്ട്. വേണം. അതാണ് ഇന്നത്തെ വ്ളോഗ്. ഇപ്പം എല്ലാവരും പറയും മീൻസ് കൊച്ചിന് വാക്സിൻ എടുക്കാൻ പോകുന്നത് ഇത്ര വലിയ കാര്യമാണോ? നിങ്ങളെ ഞാൻ തെറ്റ് പറയില്ല. കാരണം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. വാക്സിൻ എടുക്കുന്നതൊക്കെ എന്തോ ഇത്ര സംഭവം. ആക്ച്വലി അവനവൻ്റെ കുഞ്ഞിന് വരുമ്പോഴത്തേക്ക് നമുക്കിത് മനസ്സിലാവുള്ളൂ. ന്യൂ ബോൺ ബേബീസിൻ്റെ നല്ല അമ്മമാർ ഗോത്രൂ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ മടിയിലിരുന്ന് കുത്തുകൊള്ളുമ്പോൾ അതൊക്കെ ഇങ്ങനെ കരയുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ലോ. ഞാൻ പറഞ്ഞിട്ട് വിൻകുട്ടെ ഞാൻ പിടിക്കത്തില്ല കേട്ടോ. ഞാൻ പിടിച്ചോളാം. ഉറപ്പല്ലേ? ഞാൻ പിടിച്ചോളാം. ഉറപ്പിന്റെ പുറത്ത് ഞാൻ വീഡിയോ എടുത്തോളാം. എങ്ങനെ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കും. ഫ്രെയിം മൊത്തം നേഴ്സുമാരായിരിക്കും. നേഴ്സുമാരുടെ കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ. സാധനം ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് സ്കിൻ കെയർ ചെയ്യണം. എന്ത് കെയർ? സ്കിൻ കെയർ അതല്ലേ മേക്കപ്പ്? അല്ല. എന്തോ ചെയ്യുന്നത്? ആക്ച്വലി ഉണ്ടല്ലോ, ഞാനിങ്ങനെ സ്കിന്നിൽ ഇപ്പോൾ കറുത്ത പാട് അല്ലെങ്കിൽ ഭയങ്കര ടാന്, സൺബേൺ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്ന് അത് പോവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പല പ്രൊഡക്റ്റുകളും ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സെറം. ഇതിന്റെ യൂസ് പേര് പോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടർമറിക് ഫേസ് സെറമാണിത്. നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതിപ്പോൾ വരാനുള്ള കാരണങ്ങൾ എന്നൊക്കെ പറയാം. ഫേസിലുള്ള എന്തെങ്കിലും ഒരു സ്കാറ്, അതിൻ്റെ പാട്, അതല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ വെയിലിൻ്റെ ആഘാതം കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ, അങ്ങനത്തെ പിന്നെ ഹോർമോണൽ ചേഞ്ച് ഒക്കെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ എന്തായാലും വരും, സ്വാഭാവികം. പക്ഷെ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനിപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇത്. ഇതിപ്പോൾ ഒരു ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ പോലെയാണ്. എനിക്ക് ഡെയിലി ഒരു 2 ടൈംസ് യൂസ് ചെയ്യാം. നമ്മൾ പകലാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ സൺസ്ക്രീൻ വരട്ടെ, പുറത്ത് വെയിലത്തൊക്കെ പോകുമ്പോഴേക്കും. റിസൾട്ടിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്.
സോ അത് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം നല്ല വിസിബിൾ ആയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിലും നെക്കിലും ചുമ്മാ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആക്നെ മാർക്ക് റിഡ്യൂസ് ചെയ്യാൻ ഇതിനകത്തുള്ള വേറെ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിലോട്ട് ക്വിക്കായിട്ട് അബ്സോർബ് ആവും. ഇതിൽ സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടെർമറിക്കും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു റേഡിയൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ ഡൾനെസ് അങ്ങ് മാറുകയും ചെയ്യും. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഇന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 30% വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ അരിമണി ഇവിടെ കിടപ്പുണ്ട്. അവൻ നല്ല സന്തോഷത്തിൽ ചിരിച്ച് കളിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത്. നമ്മളിന്ന് അവനെ കൊണ്ടുപോയി കുത്തിവെക്കുമല്ലോ, അവൻ അറിയത്തില്ലല്ലോ നമ്മൾ അവനെ കൊണ്ടുപോയി കുത്തിവെക്കാൻ പോവാണെന്ന്. ദൈവമേ, എടുക്കണോ? ഷോ, അങ്ങനെ ചിരിക്കില്ല അമ്മയെ നോക്കി, നമുക്ക് സങ്കടം വരൂലേ? അച്ചോ, എടുക്കണോ വിനുക്കുട്ടെ? അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലേ വിനുക്കുട്ടെ? ഓൺ ദ വേ ആണ്. 2:30 എല്ലാം പറഞ്ഞാണ്, 2:45 വേഗം പോടാ. അപ്പൊ എന്തി നമ്മുടെ കുഞ്ഞെങ്കി കുഞ്ഞിനെ വേറെ ഉടുപ്പൊക്കെ ഇട്ട് നമ്മള് പൊതിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഉറക്കമാണ് പാവം. ഇനിയിപ്പോ വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ എന്താവും എന്തോ എന്തരും. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് കയറാൻ നിൽക്കുവാണ്. ഉറങ്ങുന്നുണ്ടാവും ഒന്നും അറിയാണ്ട്. അങ്ങനെ നമുക്ക് പേര് കിട്ടി കുഞ്ഞിന്റെ പേരിൽ. പക്ഷെ കുഞ്ഞിന്റെ പേരില്ല. ബേബി ഓഫ് ശീതൽ ജോൺസൺ. പേര് പാവം കുഞ്ഞിന് സ്വന്തമായിട്ട് പേര് പോലും ഇട്ടെടുത്തില്ല ആരും. അടുത്ത പ്രാവശ്യം നമുക്ക് പേര് വേണമെന്ന് പറയാം. നമ്മളിപ്പോഴല്ലേ പേരിട്ടിട്ട് ആദ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. പറയാം. അപ്പൊ അടുത്ത പ്രാവശ്യം തൊട്ടിട്ടാൻ പറയാം. ഉറക്കമാണോ അരിമണി, ഉറക്കമാണോ? ഞങ്ങള് വെയിറ്റ് ഒക്കെ എത്രയുണ്ട്, എന്തോരം പൊക്കം വെച്ച് എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോണേണ്. ഡ്രസ്സും ഡയപ്പറൊക്കെ മാറ്റാൻ പറഞ്ഞ്. സാധാരണ ഇതൊക്കെ അമ്മമാരാ ചെയ്യുന്നത്. ഇവിടെ വിനുക്കുട്ട എല്ലാം കൈയടക്കിയിരിക്കുന്നു. നീ മാറിയാ ഞാൻ ചെയ്യായിരുന്നു. മാറുവോ? മാറത്തില്ലേ? നാളെ നേരം വിളിക്കുന്ന ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അല്ലേ, അയ്യോ നഗ്നത കട്ട് ചെയ്യുവാണേ. ഗൈസ്, ഒരു കഥ സൊല്ലട്ടുമാ? സൊല്ലടാ. നമ്മള് വാക്സിൻ എടുക്കുന്നില്ല. തീരുമാനിച്ചു എടുക്കുന്നില്ല നമ്മള്. അതെന്താ കാര്യം? പിന്നെ പറഞ്ഞുതരാം. ഓൺ ദ വേ പറഞ്ഞുതരാം നമ്മൾ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ എന്തുകൊണ്ട് വാക്സിൻ എടുത്തില്ല എന്നുള്ള കാരണം ഞാൻ പറയാം. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് 6ാമത്തെ ആഴ്ചയാണ് വാക്സിൻ എടുക്കേണ്ട കുഞ്ഞിന്. 8 ആഴ്ച. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടില്ല. നമ്മള് തിരക്കായിരുന്നു, എനിക്ക് വയ്യാണ്ടായി. അപ്പൊ അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. 8ാമത്തെ ആഴ്ചയായപ്പം നമ്മള് അടുത്തുള്ള ഹെൽത്തിൽ നോക്കിയപ്പോ ഉണ്ട് ബുധനാഴ്ചകളിൽ മാത്രമേ വാക്സിൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നമ്മൾ വാക്സിൻ എടുക്കാൻ പോയതാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് 2 മാസം വരെ താമസിച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എടുക്കേണ്ട വാക്സിൻ 2 മാസം ആവുന്നതിന് മുന്നേ എപ്പോ വേണേലും എടുത്താൽ മതി എന്ന് പറഞ്ഞു. സമയമുണ്ട്. നമ്മൾ പതുക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു 2 ഡേയ്സ് നമുക്ക് വർക്ക് ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ഇഞ്ചക്ഷൻ എടുത്താൽ അവൻ 2 ഡേയ്സത്തേക്ക് അവനും വയ്യാണ്ടാവും, പനിയാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന് വയ്യാണ്ടായാൽ നമുക്കും വയ്യാണ്ടാവും. നമ്മൾ അവനെ ഉറക്കത്തില്ലല്ലോ. മൺഡേ ആണ്. 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം നമുക്ക് ഹെൽത്തിൽ പോയിട്ട്, അടുത്തുള്ള ഹെൽത്ത് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വാക്സിൻ എടുക്കാം. അതാകുമ്പോൾ നമ്മുടെ വർക്കും ഫുള്ള് കഴിയും. മാത്രമല്ല നമ്മുടെ ഹെൽത്തിലുള്ളവർക്കെല്ലാം നമ്മൾ അറിയാവുന്നവരാണ്. കമ്പനി പീപ്പിൾസ്. യെസ്, ഓൾ കമ്പനി പീപ്പിൾസ്. ഇത് മടങ്ങുന്നില്ല. കമ്പനി പീപ്പിൾസ് കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വാക്സിൻ ഒക്കെ എടുത്ത് ജിങ്ക് ജിക്കാന്ന് പോരാന്ന് വിചാരിച്ചു. അപ്പോ ഈ വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ഇനിയിപ്പോ നമ്മള് ബുധനാഴ്ച അവിടെ ഹെൽത്തിൽ വാക്സിൻ എടുക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് ഉള്ള അരിമണിയുടെ ലീലാവിലാസങ്ങളും. അതെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇന്നാണ് അറിഞ്ഞത്. ഈ 6th വീക്കിൽ എടുക്കുന്ന വാക്സിൻ 2 ഡ്രോപ്പും 2 ഇഞ്ചക്ഷനും ഉണ്ട്. അതില് ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതില് 4-5 ഐറ്റംസ് എല്ലാ വാക്സിനും കൂടി അല്ല, ഒന്നിച്ചുള്ള ഇഞ്ചക്ഷൻ. നമുക്ക് ആ ലിസ്റ്റ് കാണുമ്പോൾ ഞാൻ കരുതി ഓക്കെ ഒരു 6 ഇഞ്ചക്ഷൻ ഉണ്ടാവും വിചാരിച്ചു ഞങ്ങള്. പക്ഷെ അങ്ങനല്ല. ആക്ച്വലി ആ പറഞ്ഞ എല്ലാ ഐറ്റംസും ഒറ്റ ഇഞ്ചക്ഷനിലേ വരത്തുള്ളൂ. പിന്നെ ഉള്ളത് നമുക്കൊരു 2 തുള്ളിമരുന്നും ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു ആശ്വാസമായി. കാരണം 6 കുത്തില്ലല്ലോ, 2 കുത്തി സംഭവം തീരുമല്ലോ. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. പെയിൻ ഇല്ലാത്ത വാക്സിന് കുറച്ച് കോസ്റ്റ്ലി ആണ്.
ഒരു സാധാരണ വാക്സിനേക്കാൾ എക്സ്ട്രാ 2000 ആവും. അത് കുഞ്ഞിന് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പനി അല്ലെങ്കിൽ മറ്റുള്ള കാലുവേദന ഒക്കെ വരും, അതൊക്കെ വരും. ഇനി അതൊന്നും വരാത്തൊരു വാക്സിൻ ഉണ്ട്, അത് പെയിൻലെസ് വാക്സിൻ ആണ്. അതെടുക്കുവാണെങ്കിൽ കുഞ്ഞിന് ഈ പറഞ്ഞ കാലുവേദനയൊക്കെ വളരെ കുറവായിരിക്കും. വരും, പക്ഷെ വളരെ കുറവായിരിക്കും. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. അതെ. അപ്പോ അതിന് ഇല്ല ഞാൻ ഇവിടെ മാത്രം നോക്കുന്നുള്ളൂ, ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. അതിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നുള്ളൂ, അല്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രദ്ധ എനിക്കില്ലേ ഇല്ല. അപ്പോ ആ പെയിൻലെസ് വാക്സിന് ഒരു 2000 എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാൻ പറ്റും. എന്താല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു യോഗം. പക്ഷെ നമ്മൾ എന്തെടുക്കും വേദനയുള്ള നമ്മൾ എന്നാലും ഇറങ്ങിയിട്ട് ഒന്നും നടന്നില്ലല്ലോ. നമുക്ക് 2 പപ്സും ചായ കുടിച്ചാലോ? എന്താ വീട്ടിൽ പോയി അടിച്ചാണ്ട് ബാക്കി പപ്സും ചായ കുടിക്കണ നേരത്തിന് കുഴപ്പമില്ല. ഒരു പപ്സും ചായ പ്ലീസ്. സപ്ലയർ ഇത്തിരി ചായ താങ്ങൂ. എന്നാ ചായ വിത്തൗട്ടാണ് ഇത്. മാറിപ്പോയി, അതാണ് എന്റെ മാറിപ്പോയിട്ടില്ല, അത് ഏൽപ്പിച്ചതാണ്. എന്ത് വിത്തൗട്ടാ? എനിക്ക് വിത്തൗട്ട് വേണ്ട. അങ്ങ് കഴി എന്റെ ശാന്തപ്പ, കഴി അങ്ങ്. ഒന്നുമില്ല, ഞാൻ വണ്ടി എടുത്ത് ഞാൻ വീട്ടിൽ പോകും. ഓടിച്ചാനേ അതിന്റെ ഇവിടെ വിത്തൗട്ട് ചായ കൊണ്ട്. അപ്പൊ അവൻ കുടിക്കണ വിത്തൗട്ടാണ്. അപ്പൊ അവന് ഷുഗർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അവന് പ്രാന്താണ്. എനിക്കറിയത്തില്ല എന്തിനാ ഷുഗർ ഒക്കെ കട്ട് ചെയ്യുന്നത്. എന്തിനാ? നല്ലതല്ലേ ഇങ്ങനെ കുടിക്കുന്നത് ഷുഗർ ഇല്ലാതെ. കുത്തിക്കേറ്റു വെയിറ്റ് ചെയ്യണ്ട. തിന്നുന്നതിന്റെ പകുതി താപ്പോട്ടാട്ടോ വീഴുന്നത്. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ? മലയാളം വന്ന് പറ. സോംബി എന്നാ അണ്ണാക്ക പൊള്ളിപ്പോയി. ഓക്കെ, പറയാൻ വന്നത് നമ്മള് ചെറുപ്രായമാണ്. ഈ ചെറുപ്രായത്തിലൊക്കെ നമ്മള് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഷുഗർ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. മനസ്സിലായോ? ഞാൻ കുടിക്കാറുണ്ടല്ലോ മധുരട്ട് ചായ. എപ്പാ? വല്ലപ്പോഴും. അത് എനിക്ക് അങ്ങനൊന്നുമില്ല. ഫ്രണ്ട്സിന്റെ ഒക്കെ പുറത്തു പോകുമ്പോൾ നമ്മൾ അതൊന്നും കട്ട് ചെയ്യാറില്ല. നമ്മളെല്ലാം ആസ്വദിച്ച് ജീവിക്കാറുണ്ട്. നമ്മളല്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റക്കെട്ടിലും പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം. ഈ ഷുഗർ ഇല്ലെങ്കിൽ ഷുഗർ വേണ്ട. അതിനിപ്പോ എന്താ? ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല പുറത്ത് വന്നേക്കുന്നത്, ഞാനുണ്ട് കൂടെ. പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുമ്പോൾ നീ ഷുഗർ കഴിക്കാം. അപ്പൊ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. ഓക്കെ, കുടുംബാരഹം തുടങ്ങാൻ. താനല്ലോ എന്റെ കൂടെ എപ്പോഴും വരുന്ന ഫ്രണ്ടിന്റെ പോണെങ്കിലും വിടുവേ. എനിക്കെല്ലാം മനസ്സിലായി. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് കോമൺ ഫ്രണ്ട്സ് അല്ല. കുത്തിക്കേറ്റി പതിയെ പറയാം. ഗായ്സ്, ഇത് കാണുന്ന സിംഗിൾ പസങ്ങളോട് നിങ്ങൾ കല്ലം കഴിക്കരുതെന്ന് എന്റെ അഭിപ്രായം. കാരണം കെട്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മധുരം പോലും കട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കും. നിങ്ങൾ എന്താ നോക്ക്, സത്യമല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? മലയാളം ചെറുപ്രായമാണ്. ആർക്ക്? ഇവനാ അരമണിക്ക? അല്ല, നിനക്ക് ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. അങ്ങനെ ഈ പാട്ടും പാടി നടന്നോ? പ്രോത്സാഹിപ്പിച്ചിട്ട് ഇവൻ പറയുന്ന കേക്ക്. ഇവൻ എന്ത് 32 വയസ്സ് ഷഷ്ടിപൂർത്തി ആയിട്ടുണ്ട്. വായിന്നൊക്കെ എന്തൊക്കെ പുറത്തേക്ക് വരാൻ പറയാൻ തോന്നുന്നു. എന്താ അത്? ഇയാൾക്ക് അങ്ങേർക്ക് 75 വയസ്സൊന്നുണ്ട്. 32 വയസ്സൊന്നും ഇല്ലാട്ടാ. ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യുന്നു 32 വയസ്സായോ. എനിക്കല്ല, തന്റെ കാര്യം പറഞ്ഞത്. ഒരു പ്രാവശ്യം വിളിച്ചില്ലേ? ഒരു 70 പ്രാവശ്യം നിന്റെ അപ്പനെ ഞാൻ സ്മരിക്കും. അങ്ങേര് ചത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പുള്ളി വന്നു നിന്റെ തലമണ്ടൊക്കെ അടിച്ചാൽ നല്ലവനായ മോനെ, നീ എന്തിനാണ് ഡെയിലി നിന്റെ പെണ്ണുപിള്ളേനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നത്? പുള്ളി അങ്ങനെ പറഞ്ഞത്. എടാ നല്ലവനായ മോനെ, നിനക്ക് വട്ടണ്ട, കണ്ണി കുരുവാണോ നിനക്ക്? ആ കൊച്ചിന്റെ മുഖത്ത് നിനക്ക് എങ്ങനെ പറയുന്നു 32 വയസ്സുണ്ടെന്ന്? കണ്ടറിയത്തില്ലേ 42 വയസ്സുണ്ടെന്ന്? അങ്ങനെ പുള്ളി പറയും. എന്തിന്? ഒരു മീറ്ററോളം എനിക്കുള്ളതാ, ഒരെണ്ണം മതി. വിത്തൗട്ട് ഞാൻ പറയും, കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യമായിട്ടാണ് മുട്ട പപ്സ് പോലത്തെ സാധനം തന്നെ ചോറ് പോലെ അവരുള്ള ഭാര്യ തിന്നുന്ന കാണുന്നത്. അതുകൊണ്ട് നോക്കിയേ, അത് ആ സംഭവം പൊടിച്ച് അത് കുഴച്ച് നോക്ക്. അണ്ടാ എടുക്കുന്നു, അണ്ടാ മുട്ട എടുത്ത് വെച്ച് കുഴയ്ക്കുന്നു, എന്നിട്ട് മുണുങ്ങുന്നു. കുറച്ച് സോസും കൂടെ വേണമായിരുന്നു. അതെ, എന്നിട്ട് വേണം നമുക്ക് പായസം എന്ന് പറയാം, ചുവന്ന പായസം. അദ്ദേഹം വെള്ളം തുപ്പുന്നത് കണ്ടു. ആഹാ ആഹാ, ആ തുപ്പ് കണ്ടു, ആ കുലുക്കുഴിഴി കണ്ടു, ആ നോട്ടം കണ്ടു, ആ വരവ് കണ്ടു. അമ്മ പൊന്നാനോടാ അച്ഛ പൊന്നാനോടാ അമ്മയുടെ മോനന്തി അമ്മയുടെ റംബുട്ടാൻ. എന്താ വെച്ചിട്ടെ? നല്ല പാട്ട്.
ഞാൻ കുഞ്ഞിനെ ഉറക്കുന്ന പാട്ടാണത്. ഹേ ഗായ്സ്, അഗൈൻ വി സ്റ്റാർട്ടഡ് വിത്ത് എ പോട്ടഡേ. കഴിഞ്ഞ ദിവസത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിപ്പോൾ ഇന്ന് ഹെൽത്തിൽ പോയി കുത്തിവയ്ക്കാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് 9:15 വെളുപ്പിനെ 9:15 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിമണീനെ ബോട്ടിലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. കുത്ത് കിട്ടാൻ പാകത്തിന് നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ പൊന്നോ? സ്കിപ്പി നീമോയും വിഷമിച്ചിരിക്കുകയാണ്. ഏകാന്തതയുടെ കൊച്ചിനെ കൊണ്ടോണ്, അമ്മേനെയും കൊണ്ടുപോണ്, ചേച്ചിയും പോണ്, ചേട്ടയും പോണ്, അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ പപ്പ ഉള്ളതുകൊണ്ടൊന്ന് ആശ്വസിക്കാം അല്ലേ പൊന്നോ? സ്കിപ്പി പൊന്നി, നിമോ പോയിട്ട് വേഗം വരാട്ടാ, ടാറ്റ പോയിട്ട് വേഗം വരാട്ടാ. നിമോ തല പിടിച്ചേക്കണ നോക്കി, വേഗം വരാട്ടാ, ടാറ്റാ. റൈഡർ പിന്നെ കുട്ട അത് ഗംഭീരമായി അങ്ങാട് ഓടിക്കാണ്. തിരിച്ച് സിംഗപ്പണ്ണ ഓടിക്കുന്നതാണ്. അയ്യോ എനിക്ക് പേടിയാണ്, ഇവർക്ക് പോണോ? പിന്നെ പോണ്ടേ? നിർബന്ധമാണോ? നിർബന്ധമാണ്. അയ്യോ ഇത്ര പെട്ടെന്ന് എത്തിയാ? മെത്തി സ്ഥലം എത്തി. പാവം കുഞ്ഞി, എനിക്ക് അവനെ കൊണ്ട് ഇറങ്ങി ഓടാൻ തോന്നുന്നേ. എന്ത് ചെയ്യും? പാവം ഒന്നും അറിയാണ്ട് കിടക്കുക. ഇപ്പൊ കുത്തിവെക്കും, കരയും. വീട്ടിൽ പോയിട്ട് പിന്നെ പനി ഉണ്ടെങ്കിൽ പനി വരും. ഈശ്വരാ, പാവം ഒന്നും അറിയുന്നില്ലല്ലോ. അവൻ കാഴ്ച എങ്ങനെ നടക്കും ഇങ്ങനെ. കിട്ടിയാ? പിന്നെ കിട്ടി. ഞാൻ നല്ല അടിപൊളിയായിട്ട് സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളി തെറ്റിച്ചെഴുതി 2 പ്രാവശ്യം. അതെ, വിദൈൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബി ആണ് കേട്ടോ, വിദൈൻ കാണിച്ചേ. അങ്ങനെ നമ്മുടെ ആശാവർക്കറുടെ കമ്പനിയിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കാണിക്കുന്നത് പ്രത്യേകം പറഞ്ഞവര്. എന്തോരാൾക്കാരാ. ഇല്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇതുമോ കുറച്ച് സ്പീഡിൽ പോടോ. ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവിടെ പതുക്കെ പോയി. ഞാൻ ഇവനെ കൂടെ ഓടട്ടെ. എന്തോ കാണിക്കുമ്പോ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. മഴപ്പട്ടി അങ്ങേ കാട്ടില് പൊങ്ങല വെച്ച് ഇങ്ങേ കാട്ടില് പോവല വെച്ച്. അയ്യോ വൈലന്റായി. ഇല്ല അവിടെ പോന്നെ. നമ്മൾ ഇങ്ങനെ ചെയ്യാൽ നമ്മൾ എന്ത് ചെയ്യും മള്ളയാ? അപ്പൊ നമ്മൾ അമ്മയുടെ കൈ കൊടുത്തിട്ട് നമ്മൾ എസ്കേപ്പ് ആവും. എന്നാ അമ്മ പിടിച്ചോ. ബുബോയാണ്, പക്ഷെ ഇപ്പൊ ബാബോയാണ്. എടുക്കണോ? പിന്നെ ഉറപ്പാണോ അവൻകുട്ടി? ഉറപ്പാണ്, എടുക്കണം. അങ്ങനെ ചോദ്യമൊക്കെ എപ്പോഴും നിർത്തറായില്ല. ഞാൻ വിചാരിച്ച് നമ്മ രാജഗിരി ചോദിച്ചപ്പോ 2 ഇഞ്ചക്ഷനാന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കാലില് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഒരു കൈ കുത്തും, ഒരു കാല ഇപ്പുറത്തെ കാലം കുത്തും, അപ്പുറത്തെ കാലം കുത്തും. കുത്തി അങ്ങ് കൊല്ലുവാ. പോട്ടെ, എന്തെങ്കിലും കാര്യം. ആദ്യമായിട്ടില്ലേ അവൻ വേദന അനുഭവിക്കുന്നത്. അതാണ്. അങ്ങനെ കുഞ്ഞിന് വിശക്കുന്നു, കരയുന്നു. സോ പാല് വേണം, എടുക്കാൻ പോവുകയാണ്. ആശുപത്രിയിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാനായിട്ട് ബോട്ടിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ബോട്ടിൽ കൊടുക്കാൻ പാടില്ലെന്ന് കമന്റ് നിരോധിച്ചിരിക്കുന്നു. കയറിയിരിക്കുകയാണ്. 3 ഇഞ്ചക്ഷൻ ഉണ്ട്. പൊന്നോ തുടങ്ങല്ലേ മോനെ. പൊന്നു നല്ലതാ. അയ്യോ മൂന്നെടുത്ത് എടുക്കാൻ പറ്റണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇതെന്ത് സാധനം? അമ്മേ എനിക്ക് പേരാണ്. നമ്മുടെ പൊന്നോ ആ കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണീ. പഞ്ചാബനോമനു കുഞ്ഞുവാണീ. കൈ കൊണ്ട് പഞ്ഞി പിടിക്കും. ഞാൻ എടുക്കുന്നത് നീ ആദ്യം ചാടി ഇരുന്നപ്പ നേരെ ഇങ്ങനെ മര്യാദക്ക് കൊച്ചിനെ അങ്ങനെ കിട്ടോട്ടാ. ഇങ്ങനെ സമാധാനിപ്പിക്കും. പോട്ടെ അടുത്ത നമുക്ക് എടുക്കണ്ട, നമുക്ക് പോട്ടോ. അങ്ങനെ കഴിഞ്ഞ അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. കരഞ്ഞു. ഇതേ കൊച്ചിനേക്കാളും കരഞ്ഞ അമ്മയാണ്.
ചങ്ങല കൊടുക്കുക ചങ്ങല കൊടുക്കുക. നീ നോക്കി അടുത്തൊരു വിചാരിക്കുന്നു താനെന്തിനാ കരയുന്നേ? അവൻ എന്നെ നോക്കിയിട്ട് ചങ്ങടെ മരുന്ന് പൊന്നു ചങ്ങട ഇല്ല ഇല്ല ഇല്ലടാ ഇല്ലടാ ഒന്നുമില്ല ഇല്ല. പോട്ടെ പോട്ടെ സ്ഥലം 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 അച്ഛണ്ട് അച്ഛണ്ട് അച്ഛണ്ടേ അച്ഛണ്ട് അച്ഛണ്ട് പോട്ടെ കായല്ലേ സാരിയില്ല. കുഴപ്പമില്ല ഓ പോട്ടെ. അറിഞ്ഞാ ഞാൻ ചെയ്തു. ശിവന് കണ്ണിന് ഒഴുകി വരുന്നവരോടൊക്കെ ഇച്ചിരി ശിവ കുഞ്ഞിത്ര കരുതില്ലല്ലോ. അവൻ ആദ്യത്തെ കുത്തു കുത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, 3 പ്രാവശ്യം കുത്തി. രണ്ടാമത്തെ കുത്തിന് പിടിച്ചപ്പോ തന്നെ അവന് മനസ്സിലായി. അവന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണണം. മുഖത്ത് നോക്കി അപ്പൊ തന്നെ ചോദിച്ചല്ലേ വിഷമം വരുന്ന ശിവ തന്നെ താടിക്ക് കണ്ണിരിക്കുന്നു. കണ്ട കുഞ്ഞു ഓക്കെ ഇപ്പൊ ഫുൾ കരച്ചിൽ അമ്മയാ. സാരി കുഞ്ഞിനെ അല്ല കൊച്ചോടാ വോട്ടറ സാരമില്ലെന്ന്. സാരില്ല 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 കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. പോട്ട് ഇതിനേക്കാളും കഷ്ടമാണ് ഇത് ഈ വലിയ കുഞ്ഞ്. ഞാൻ പറഞ്ഞാണ് വിനു കേറിയാ മതി, പക്ഷെ അവര് പറഞ്ഞ അമ്മമാര് എന്നെ കേറണോ. എനിക്കറിയായിരുന്നു എനിക്ക് പിടിക്കാൻ പറ്റും. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുത്തും. നമ്മളപ്പോൾ ഒബ്സർവേഷനിൽ ഇരിക്കുകയാണ്. പിന്നെ ഡോക്ടറെ കാണാൻ പോയി. കാലൊക്കെ പതുക്കെ അനക്കി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഒരാളെ കുത്തുവെക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ ആൾക്കറിയുന്നു ഗൈസ്. അപ്പം നമ്മൾ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ചെന്ന് കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ പനിക്കാൻ നിൽക്കണ്ട, അതിനു മുമ്പ് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് വീട്ടിൽ ഹോളിഡേ ആണ്. അമ്മയോട് ഞാൻ പറഞ്ഞു രാവിലത്തേക്ക് ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തേക്ക് ഭക്ഷണം വേണ്ട, രാത്രിത്തേക്ക് ഭക്ഷണം വേണ്ട, കൊച്ചിനെ മാത്രം നോക്കിയാൽ മതി. വിനുവിനോട് ഞാൻ പറഞ്ഞു നീ ഒരു പണി കേൾക്കണ്ട, കൊച്ചിനെ മാത്രം നോക്കിയാൽ മതി. ഞാൻ പിന്നെ പണ്ടേ ചെയ്യൂലല്ലോ. അതുകൊണ്ട് വാക്സിൻ ഡേ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ഹോളിഡേ. അതെ, വാക്സിൻ എടുക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ, ഓവറാണ്, പട്ടിഷയാണെന്ന് പറഞ്ഞൊന്നും ആരും കമന്റ് ചെയ്യണ്ട. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണ് കുഞ്ഞിന് ഈ വാക്സിൻ എടുക്കുന്നത്. അപ്പൊ പനി വരും, അവന്റെ റിയാക്ഷൻ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം പാരന്റ് എന്ന നിലയിൽ നമുക്ക് അറിയില്ല ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോളിഡേ ആക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ബൂസ്റ്റർ കൃത്യം 1 മാസം കഴിയുമ്പോൾ തന്നെ വന്നെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം 14-ാം തീയതി ആകുമ്പോൾ നമ്മൾ അടുത്ത ബൂസ്റ്റർ എടുക്കുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവൻ എങ്ങനെയാണ് ഇന്ന് ഇവന്റെ പ്രതികരണം എങ്ങനെയാന്ന് നോക്കട്ടെ. പാൽക്കുപ്പി ഇത് ബ്രസ്റ്റ് മിൽക്കാണ്. ഞാൻ ഇതിൽ രാവിലെ തന്നെ പമ്പ് ചെയ്ത് എടുത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് 0 to 6 months വരെയുള്ളവർക്ക് കുടിക്കാൻ പറ്റും. ഓക്കെ, കാരണം ഇനിയിപ്പോൾ ഇതിന് കമന്റ് വരും, കുഞ്ഞിന് പശുവും പാലും കൊടുത്ത് കുപ്പി നോക്കി അതിലുള്ളത് എന്ത് പാലാണെന്ന് നിരീക്ഷിക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ വരെ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അതെ, അവർ വളരെ കഴിവ് ഏറിയ വ്യക്തികളാണെന്ന് എനിക്കറിയാം. അതെ അതെ, എന്താടാ എനിക്കെന്തോ തോന്നി. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ നീ ഉദ്ദേശിച്ചതാ നിന്റെ മോൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ബൈ ദ ബൈ, അപ്പൊ അമ്മ തന്നെ കയറണം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ കുഞ്ഞു കരയൂല എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ ഇത് തിങ് ഈസ് ജനറേഷൻ മാറിയപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഞാൻ അവരോട് 100 പ്രാവശ്യം പറഞ്ഞു അങ്ങനെയല്ല. വീട്ടിൽ കുഞ്ഞ് കരയുമ്പോൾ വിനുവും അമ്മയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. ഞാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ. ഇപ്പൊ ഡെലിവറി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മള് ഭയങ്കര ടയേർഡായിരിക്കുമല്ലോ. പണ്ടത്തെ അത്ര ഒരു കപ്പാസിറ്റി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കുറച്ചു നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ വേദന വരും. കണ്ടിന്യൂസ് കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് വരും. എല്ലാവർക്കും ഒന്നും അറിയില്ല, എനിക്ക് വരും. ഞാനപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊടുക്കും. വിനു ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ അവൻ മണിക്കൂറുകളോളം അവൻ എടുത്തുകൊണ്ട് നടന്നോളും. വിനു ആണ് മെയിനായിട്ട് ഞങ്ങൾ രണ്ടുപേരുള്ള ഇതിൽ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയത്തില്ല അവരെങ്ങനെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ വിനുവിനെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ ഇല്ല അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, വരൂ, വന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ
എന്ന് ഞാൻ പറഞ്ഞു. അതല്ല, അത് ആക്ച്വലി ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. യെസ്. മേ ബി അവരുടെ കാലഘട്ടത്തിൽ അമ്മമാരാണ് കുഞ്ഞിനെ നോക്കുന്നത്. സോ ഇപ്പോഴും അതാണ് ചിന്ത വരുന്നത് അവർക്ക്. നമുക്ക് അവരുടെ ചിന്ത മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ നമ്മള് വർത്താനം നമ്മൾ വീടെത്താറായി. ഇനിയിപ്പോ ചെല്ലുമ്പോ തന്നെ കുഞ്ഞിന് മരുന്ന് കൊടുക്കണം. വലിയ കുഴപ്പമില്ലാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ അമ്മക്ക് ഹോളിഡേ തന്നെയാണ്. വിരുക്കുട്ടയ്ക്ക് ഞാൻ ജോലികൾ കൊടുക്കുന്നതാണ്, ഞാനും ജോലി ചെയ്യുന്നതാണ്. ഈശോശിക അതായത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ പനിയുടെ മരുന്ന് കൊടുക്കാൻ പോവാട്ടോ. പനി വരുന്നതിന് മുമ്പേ കൊടുത്താൽ അവർ പറഞ്ഞായിരുന്നു 3 ml കൊടുക്കാൻ പറഞ്ഞാൽ. ആദ്യം ഞാനൊരു ഇത് കൊടുത്ത് ബാക്കിയുള്ളതാണ് ഇപ്പോൾ കൊടുത്തത്. കഴിക്കുന്നുണ്ട്, അപ്പോൾ ഇതില്ലെന്ന് തോന്നണം, കയ്പില്ലെന്ന് തോന്നുന്നു. 6 hours കൂടുമ്പോൾ ഇത് കൊടുക്കണം. പിന്നെ കാല് ഇടക്കിടക്ക് അനക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കാലിലൊരു കയ്യിലും കുറ്റിപ്പോ നിന്റെ പറ്റാവേ. പഞ്ഞ പോയ നിന്റെ വാക്സിൻ ഡേ ആയിട്ട് നമുക്കിന്ന് ഹോളിഡേ ആണ് വീട്ടിലെ എല്ലാവർക്കും. തൊള ഇട്ടില്ല, അരിപ്പ പോലായ എൻ്റെ കുഞ്ഞ്, കാലിലും ഒക്കെ തൊള. ഇതാ ഞാൻ പറഞ്ഞത്. ഇന്നുവിന്റെ കയ്യിലാവാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതെങ്ങനെ ഞാൻ ആ ഹെൽത്തിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കും? അച്ചപ്പൊന്ന് മണി ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അവന് കാലുവേദന തുടങ്ങിയിട്ടുണ്ട്. കാലനക്കുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ കാലിങ്ങനെ പതുക്കെ അനക്കി കൊടുക്കാൻ അവർ പറഞ്ഞായിരുന്നു. ഞാൻ അനക്കി കൊടുക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട്. അവൻ കാല് തൊടുമ്പോൾ തന്നെ അവൻ കരയുക. അപ്പം എൻ്റെ കയ്യിലിരുന്ന് കരഞ്ഞു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ കൊടുത്തു. അവിടെ നിന്നും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് ഞാൻ പെൺകുട്ടിയുടെ കൈ കൊടുത്തു. ഇപ്പോൾ ഒന്ന് കരച്ചിൽ നിർത്തി. ഏങ്ങൊന്ന് പനിക്കാൻ തുടങ്ങിയിട്ടില്ല. പനിയും കൂടെ ഒന്ന് ഇനി ഉറങ്ങും. അച്ചോടാ കിടത്തുമ്പോ കരയുന്നല്ലേ? അച്ചെടുത്തോളാന്ന് പറഞ്ഞാൽ നീ എത്ര നേരം എത്ര മണിക്കൂർ എടുത്തോണ്ട് വെക്കും? അങ്ങനെ അച്ഛൻ എടുത്തെടുത്ത് നടുവേനിച്ചപ്പോൾ ബെൽറ്റ് കെട്ടാൻ പോയി. ആ ഗ്യാപ്പിൽ അമ്മയുടെ കൊടുത്തു. ഇപ്പം നല്ല ഉറക്കമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉറക്കത്തിൽ കിടന്നു എങ്ങനെ അടിക്കുക? ഭയങ്കര എങ്ങനെ ഉറക്കത്തിൽ കിടന്നിട്ട് പോലെ. ഇപ്പൊ കാലിന് വേദന മാത്രമേ ഉള്ളൂ, പനിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇച്ചിരി പനിക്കാനും കൂടെ തുടങ്ങി. 8-7 രാത്രി എൻ്റെ മടിയിൽ കിടന്നുറക്കുക. ഇപ്പം ആൾക്ക് പനിക്കുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, പനിയും വെച്ചുകൊണ്ട്. രണ്ടുപേരും ഇവിടെ എത്തി നിൽപ്പുണ്ട്. നിമോ സ്കിപ്പി കുഞ്ഞാവനെ കാണാൻ വന്നാട്ട് രണ്ടുപേരും. ആ ഓണെന്നാ നമ്മുടെ പൊന്നു. ഇവിടെ കുഞ്ഞുറങ്ങുന്നു. ഇനി ഇവിടെയോ കുഞ്ഞിന്റെ ഫാദർ ഉറങ്ങുന്നു. ആ ഇറുക്കി വെച്ചേക്കുന്ന സാധനം എന്താണെന്നറിയോ? അരിമണിയുടെ കളിപ്പാട്ടമാണ് അത്. സമയം 9:30 മണി. ഞാൻ പറഞ്ഞു വിനുക്കുട്ടെ വേഗം ഉറങ്ങി എനർജി സംഭരിച്ചോളൂ. ഇപ്പം ഞാൻ കുഞ്ഞിനെ നോക്കുന്നത് രാവിലെ തൊട്ട് ഏകദേശം വൈകുന്നേരം വരെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അത് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ടും രാവിലെ ഞങ്ങൾ പറഞ്ഞു വർക്കൊക്കെ മാറ്റി ഹോളിഡേ ആണ്. ബട്ട് അർജൻറ്റ് വന്നുകൊണ്ട് നമ്മളത് ചെയ്തപ്പോൾ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ഇപ്പം ഞാനാണ് ഡ്യൂട്ടി, ഞാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ വിനുവിനോട് പറഞ്ഞു കിടന്നുറങ്ങി എനർജി സംഭരിക്കടാ, ഞാൻ വീഴുമ്പോഴേക്ക് നീ കൊച്ചിനെ നോക്കണമെന്ന്. അങ്ങനെ വിനുക്കുട്ട എനർജി സംഭരിക്കുകയാണ്. ബാറ്ററി എന്തോരമായി? ഹാഫായോ? അതെങ്ങനാ എനർജി സംഭരിക്കുന്ന പറയും? കൊച്ചു കരയും, അവൻ കരയും, ഓടി വരും. ഞാനപ്പോ ഓടിക്കും. തീയും ബന്ധമല്ലടാ, ഇത് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റാ. എന്നാ ഓക്കെ, നീ എനർജി സംഭരിക്കും. സമയം വെളുപ്പിനെ 3:30 മണി. പെരുക്കുട്ട ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ബിക്കോസ് അരിമണി അലമ്പാണ്. അവൻ ഉറക്കം വരുന്നു, പക്ഷെ നല്ല പനിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ വരുന്നത്. ഔട്ട്രോ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇത് ആ വീഡിയോയുടെ ഔട്ട്രോ അല്ല, വേറെ ഒന്നും അല്ല. ഈ വീഡിയോന്റെ ഔട്ട്രോ എടുക്കാൻ ഞങ്ങൾ അന്നേ ദിവസം മറന്നുപോയി. ഇത് ഏത് വീഡിയോ? ഇത് ആക്ച്വലി അരിമണിയിൽ നമ്മൾ വാക്സിൻ എടുത്ത വീഡിയോ.
ഔട്ടർ എടുത്തില്ലേ? ഔട്ടർ എടുത്തില്ല, കാരണം ക്ഷീണിതരായിട്ട് നമ്മൾ ഉറങ്ങിപ്പോയി. കുഞ്ഞ് നമ്മൾ ഉറക്കിയില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ വാക്സിൻ എടുക്കുന്ന കണ്ടല്ലോ, എല്ലാരും പോയി വാക്സിൻ എടുക്കുക. ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ അത് സഡൻ ആയിട്ട് നിർത്തേണ്ടി വന്നു. അരിമണിയുടെ കാലിന്റെ വേദനയും പനിയും പിറ്റേ ദിവസം തന്നെ മാറി. ബിക്കോസ് അവൻ കയ്യിലിരുന്നപ്പോഴൊക്കെ കാലിങ്ങനെ അനക്കി കൊടുത്തു. ഞാനല്ല, ഇവനും അമ്മയും. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം അവൻ കാല് അനങ്ങുമ്പോൾ തന്നെ കരയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അനക്കി കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ അവൻ കരഞ്ഞ കണ്ടപ്പോൾ ഞാൻ നിർത്തി. പക്ഷെ ഇവനും അമ്മയും അനക്കി കൊടുത്തോണ്ട് അനക്കി കൊടുക്കുവാണെങ്കിൽ കാലിന്റെ വേദന പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. ഉറങ്ങുന്നോടാ? മറ്റേ വാക്സിൻ എടുത്തതിന്റെ അതുകൊണ്ട് അവന് പെട്ടെന്ന് കാലുവേദന മാറി, പനിയും പെട്ടെന്ന് തന്നെ മാറി. അങ്ങനെ ഇത്രയാണ് നമ്മുടെ വാക്സിന്റെ ഒരു വ്ലോഗ് വരുന്നത്. കണ്ണക ചുമന്നിരിക്കുന്ന വിരക്കുട്ടിയുടെ പാവം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറ. ഞാൻ പറഞ്ഞാ ലൈക്ക് ചെയ്യാൻ. അങ്ങനെ എടുത്ത് പറയണം. എടുത്തു പറയുന്നു ലൈക്ക് ചെയ്യും. വേറൊന്നുമല്ല, നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് ഒരു ലൈക്ക് ബട്ടൺ ഞെക്കുന്ന ഒരു കുറവല്ല നിങ്ങൾക്കുള്ളൂ. എന്തെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. ഓരോ വീഡിയോയ്ക്ക് 2-3 ലക്ഷം വ്യൂ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ലൈക്ക് 5000 ലൈക്ക്, 6000 ലൈക്ക്, ബാക്കി 95,000 പേര് എവിടെ? കുഞ്ഞുറങ്ങിക്കും. അവൻ വികാരഭരിതനായി ഗൈസ്. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുക. അതൊന്നും ചെയ്യാൻ വേറെ ആരും വരില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യാം. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വരാം. ഒന്നുമില്ല, വെളുപ്പിന് നമ്മളൊരു 5:45 ഈ ഔട്ടർ കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഒരറിവും ചെറുതല്ല അതല്ലേ? അതല്ലേ ബാബണ്ണ എന്നാന്ന് ചവനപ്രാശം വേണോന്നാ? ഇവിടെ തന്നെ ഉറങ്ങിപ്പോ. ഞാൻ പോവാ. കട്ട് ചെയ്യണ വ്ളോഗ്. ഞാൻ കട്ട് ചെയ്യണോ?